ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ പ്രാദേശിക ചാനലുകളിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ വളരെ വ്യക്തമായി പറഞ്ഞു, ഞങ്ങളുടെ ലാത്തി ചാർജ് MP-ക്ക് തന്നെ നടന്നിട്ടില്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് തന്നെ പ്രാദേശിക ചാനലുകളുമായി ബന്ധപ്പെടുകയും അവർ ആ ക്ലിപ്പിംഗ് അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പിങ്ങുകൾ നൽകുകയും ചെയ്തു. അതിനുശേഷം തന്നെ അന്നേരം തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അത് പറയുകയും ചെയ്താണ്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായത്. സാധാരണ ലാത്തി ചാർജ് അല്ല, ഗ്രനേഡ് എറിയുമ്പോഴുണ്ടാവുന്ന മുന്നൊരുക്കങ്ങളുണ്ട്. അത് സ്വാഭാവികമായി അനൗൺസ് എവിടെ നിന്ന് തിരുവനന്തപുരത്ത് സാധാരണ കാണുന്ന ആൾ ഏത് സമരത്തിന് നേരെ ഗ്രനേഡ് ആക്രമണം കാര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഗ്രനേഡ് എറിയുമ്പോഴും പോലീസ് പറയും പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ ഗ്രാനേഡ് ഞങ്ങൾക്ക് എറിയേണ്ടി വരും എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. ഇവിടെ പേരാമ്പ്രയിൽ ഇന്നലെ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഏകപക്ഷീയമായിട്ട് ഗ്രാനേഡ് എറിയുന്നു, പോലീസ് ലാത്തി ചാർജ് നടത്തുന്നു. ഷാഫി പറമ്പിൽ MP-യെ അറിയാത്ത ഏത് പോലീസുകാരാണ് പേരാമ്പ്രയിൽ ഉണ്ടാവുക? അത്രയും അറിയപ്പെടുന്ന ഒരു യുവ നേതാവ്, ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു MP. അപ്പോൾ അദ്ദേഹത്തെ അറിയാതെയാണ് അടിച്ചത് എന്നാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റും? അദ്ദേഹത്തെ അറിയാത്ത ഏതെങ്കിലും പോലീസുകാരുണ്ടോ? ആദ്യം പോലീസ് നിഷേധിച്ചു, പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചാനലുകളും മറ്റുമൊക്കെ വാർത്ത വന്നത് പോലീസ് നേരിട്ട് ഷാഫി പറമ്പിലിനെ അടിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അതിനകത്തുനിന്ന് നിലപാട് മാറ്റി. ഇത് വളരെ ആസൂത്രിതമാണ്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, ഇന്ന് കേരളം മുഴുവൻ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശബരിമലയിലെ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കേരളത്തിൽ എല്ലാവരും CPM-ൽ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ഒരു കാര്യം നടന്നതിൽ വലിയ ഗവൺമെൻറ് പ്രതിഷേധത്തിലാണ്, പൊതുസമൂഹം പ്രതിഷേധിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം ഇറക്കി വിട്ടിട്ടുള്ളത് പോലീസിനെയാണ്. മറ്റേ എന്ത് ഞങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഗവർണർ ഇറങ്ങും, ഗവർണർ എന്തെങ്കിലും വിവാദങ്ങളായിട്ട് ഇറങ്ങും, ഗവർണർ CPM സംഘർഷമാവും. അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറകോട്ട് പോകും. പക്ഷേ ഇപ്രാവശ്യം പോലീസിനെ തന്നെ ഇറക്കി വിട്ട് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ പോലീസ് സ്പോൺസേഡ്, ഗവൺമെൻറ് സ്പോൺസേഡ് അക്രമമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഷാഫി പറമ്പിലിനെതിരെ നടന്നത്. അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പോലീസിനും ഗവൺമെൻറ്റിനും മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആരായാലും അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവണം. ജനപ്രതിനിധികൾക്ക്, പാർലമെൻറ്റ് അംഗങ്ങൾക്ക്, നിയമസഭാ അംഗങ്ങൾക്ക്, അത് ഏത് ജനപ്രതിയായാലും അവർക്ക് സ്വതന്ത്രമായ പ്രതിഷേധം നടത്തുവാനുള്ള സാഹചര്യം ഉണ്ടാവണം. അവിടെ യഥാർത്ഥത്തിൽ അത്തരമൊരു സംഘർഷം അവിടെ ഉണ്ടാക്കിയതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം പോലീസിനും ഗവൺമെൻറ്റിനുമാണ്. സംശയം വേണ്ട. കാരണം 50ഓളം CPM-കാർ അപ്പുറത്തുണ്ടായിരുന്നു. അവരെ മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് UDF-കാർക്ക് നേരെയാണ് പോലീസ് തിരിഞ്ഞത് എന്നുള്ളതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത്. അതുകൊണ്ട് ഉത്തരവാദികളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടി വേണം. അല്ല, MP-യെ തെരഞ്ഞുപിടിക്കേണ്ട. MP-യെ കണ്ടാൽ എല്ലാവരും അറിയുന്ന MP-യെ അടിക്കുന്ന സമയത്ത് അത് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്ത് പോലീസിന് നേരെ കയ്യേറ്റം ചെയ്യാൻ വന്നതല്ലല്ലോ. അവിടെയുള്ള പ്രവർത്തകരെ ശാന്തമാക്കാനാണ് ഷാഫി പറമ്പിൽ MP അവിടെ എത്തിയത്. അപ്പോൾ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി പ്രവർത്തകരെ ഉള്ള ഒരു പ്രതിഷേധത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് പകരം ആദ്യം ഷാഫി പറമ്പിൽ MP-യെ അടിച്ചു എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോധപൂർവം തന്നെയല്ലേ അത് സംഭവിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിന് മാറ്റം ഉണ്ടാവണം. ഈ സ്വർണ്ണ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത് അല്പമെങ്കിലും മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഗവൺമെൻറ് ആസൂത്രിതമായ നിർദ്ദേശപ്രകാരം പോലീസ് ഇത്തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. SP അത് പറഞ്ഞ് ഞങ്ങൾ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ പോലീസ് ലാത്തി ചാർജ് നടത്തുന്ന ദൃശ്യങ്ങൾ അന്ന് മുഖ്യധാര ചാനലുകളും വന്നിട്ടില്ല. പക്ഷേ പ്രാദേശിക ചാനലിൽ നിന്ന് ഞാൻ ഇന്നലെ കോഴിക്കോടുണ്ട്. അപ്പോൾ തന്നെ അതിൻ്റെ ക്ലിപ്പിംഗ്സ് കിട്ടി. അത് വെച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ അപ്പോൾ തന്നെ അതിന് മറുപടി പറഞ്ഞു. ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് പോലീസ് SP അടിച്ചിട്ടില്ല എന്ന് പറയുന്നു, പക്ഷേ പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് പിന്നീട് പോലീസ് മാറ്റേണ്ടി വന്നു. അപ്പോൾ പോലീസ് ബോധപൂർവം അടിച്ചതാണ്, അതിൽ യാതൊരു തർക്കവുമില്ല. അത് തന്നെ ഏറ്റവും വലിയ തെളിവില്ല SP-യുടെ പ്രസ്താവനയും കാര്യമൊക്കെ. തീർത്തും ആസൂത്രിതം. അല്ലെങ്കിൽ ഷാഫി പറമ്പലിനെ പോലെ ഒരു MP-യെ ഇത്ര ബോധപൂർവം അടിക്കേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? അത് എന്ത് പ്രകോപനമാണ് ഉണ്ടാക്കിയത്? അവിടെ ഒരു സംഘർഷം, ഒരു സാഹചര്യം പോലീസുമായി, അതുപോലെ CPM പ്രവർത്തകർ അപ്പുറത്തുണ്ട്. 50 CPM പ്രവർത്തകർ അപ്പുറത്ത് കൂടി നിൽക്കുമ്പോൾ അവരൊന്നും മാറ്റുന്നതിന് പകരം ആയിരക്കണക്കിന് UDF പ്രവർത്തകർക്ക് നേരെയാണോ പോലീസ് അതിക്രമം നടത്തേണ്ടത്? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ബോധപൂർവമായി തന്നെ ആസൂത്രിതമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്.